നിലവിൽ ആശങ്കപ്പെടേണ്ട ഏതെങ്കിലും തരത്തിൽ സാഹചര്യമില്ല. പരിഭ്രാന്തമായ സാഹചര്യം ആശുപത്രി അധികൃതർ ആവർത്തിക്കുകയാണ്. അത് മന്ത്രി മേയർ വി വി രാജേഷും പറയുന്നുണ്ട്. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സഹിതം രോഗികളെ അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഉണ്ടായത് തീപിടുത്തം തന്നെ ഇന്ന് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. വെന്റിലേറ്റർ മെഷീനിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ആ വെന്റിലേറ്റർ മെഷീൻ ഓഫ് ചെയ്തു. അതിന് കാരണം ഈ ഓക്സിജൻ സപ്ലൈ ഒക്കെ ഉള്ളപ്പോഴേക്കും തീ പടർന്നു പിടിക്കാനുള്ള പോസിബിലിറ്റി കണക്കിലെടുത്ത് അപ്പോൾ തന്നെ വെന്റിലേറ്റർ മെഷീൻ ഓഫ് ചെയ്തു. എന്തായാലും അവിടെ ഒരു സംയോജിതമായ ഇടപെടൽ ഉണ്ടായി. ആ ഇടപെടലുകൾ ആരാണെങ്കിലും അവർക്ക് അഭിനന്ദനങ്ങൾ. കാരണം നമ്മൾ ഇന്നലെ ഒഡീഷയിൽ ഒരു വലിയ തീപിടുത്തം കണ്ടതാണ്. എന്തായാലും വലിയ അത്യാഹിതങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. തീപിടുത്തത്തിന് പുറമെ അതൊരു ICU അടച്ച മുറിയാണ്. അതുകൊണ്ട് തന്നെ വലിയ പുകയുണ്ടായി. വലിയ പുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഫയർഫോഴ്സിലെ ചില ഉദ്യോഗസ്ഥർക്ക് പോലും ആ പുകയിൽ അടക്കമുണ്ടായി. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ചെറിയ തീപിടുത്തമാണ് ഉണ്ടായത്. വെന്റിലേറ്റർ മെഷീനിൽ തീ പിടിച്ചു. അതിനുശേഷം വലിയ പുക അവിടെ ഉണ്ടായി. രോഗികളെ മുഴുവൻ മറ്റൊരു ICUവിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇതിനോടകം ഏതെങ്കിലും തരത്തിൽ രോഗികൾക്ക് അവിടെ പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിക്കൂടാ എന്ന കാര്യം തർക്കം വേണ്ട. പക്ഷേ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ സമയോചിതമായി ഇടപെടുകയും പെട്ടെന്ന് രോഗികളെ മാറ്റുകയും പക്ഷേ ആദ്യഘട്ടത്തിൽ വലിയ പുകയുണ്ടായ സമയത്തൊക്കെ സ്വാഭാവികമാണ്. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വലിയ ആശങ്ക ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. അങ്ങനെ ആശങ്ക ഉണ്ടായി ഇമോഷണലായി പ്രതികരിക്കും നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ അവിടെ നിന്ന് കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ അത് പുക മാത്രമാണോ, തീ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് സംശയമുണ്ട്. പക്ഷേ ഒരു സ്ഥിരീകരണം ഉണ്ടായത് വെന്റിലേറ്റർ മെഷീനിൽ നിന്ന് തീ പിടിച്ചുവെന്നും അതിൽ നിന്ന് പുക ഉയർന്നുവെന്നും പുക വളരെ പെട്ടെന്ന് അവിടെ വ്യാപിച്ചുവെന്നും അതിനുശേഷം വെന്റിലേറ്റർ മെഷീൻ വളരെ പെട്ടെന്ന് ഓഫ് ചെയ്ത് രോഗികളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കം എല്ലാ രോഗികളെയും അവിടെ നിന്ന് ഒഴിപ്പിച്ചു. ഇനിയിപ്പോൾ അവിടെ ആ ICU മുറിക്കകത്തുള്ള മെഷീനൊക്കെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ആ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ശ്രീത്ത് തുടരുന്നു. ശ്രീത്ത്, സ്ഥിതിഗതികൾ അണ്ടർ കൺട്രോളായി എന്ന് പറയാമല്ലേ? വിഷയമാണ്. തീ അണച്ചു. തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മറിച്ച് അവിടെ പുക പടരുകയായിരുന്നു. വെന്റിലേറ്റർ മെഷീനിലാണ് തീ കണ്ടത്. ആശ്രയത്തിലേക്ക് ഉടൻ തന്നെ മടങ്ങി എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം വരുന്നുണ്ട്. അതിലേക്ക് ഇവിടെ വെന്റിലേറ്ററിന്റെ യൂണിറ്റിൽ നിന്നാണ് ശരിക്കും അവിടെ സർജിക്കൽ ICU ഉണ്ട്. സർജിക്കൽ ICUവിന്റെ വെന്റിലേറ്റർ യൂണിറ്റിൽ നിന്നാണ് തീ പടർന്നത്. തീ അങ്ങനെ കാര്യമായിട്ട് പടർന്നിട്ടില്ല. സ്മോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ സ്മോക്കാണ്. അപ്പം തീ ചെറിയ ഒരു ഏരിയയിൽ മാത്രമേ തീ ഉണ്ടായിരുന്നുള്ളൂ. തീ പെട്ടെന്ന് തന്നെ അണച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസിനെ എല്ലാം മറ്റ് ICUവിലേക്ക് മാറ്റി. ഇപ്പം നിലവിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഷോർട്ട് സർക്യൂട്ട് ആകാം, പക്ഷെങ്കിൽ ബാക്കി കൃത്യമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ചെറിയൊരു തീ പിടുത്തമേ ഉണ്ടായുള്ളൂ. പരിഭ്രാന്തിയുടെ അന്തരീക്ഷമില്ല. ആൾക്കാരെയൊക്കെ മാറ്റി. നിലവിൽ എല്ലാം സ്റ്റേബിളാണ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. റീജിയണൽ ഫയർ ഓഫീസർ അബ്ദുൾ റഷീദ് കെ സ്ഥിരീകരിക്കുകയാണത്. തീപിടുത്തം വെന്റിലേറ്റർ മെഷീനിൽ തന്നെയാണ്. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ അക്കാര്യം അന്വേഷിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. 33 പേരാണ് ICUവിൽ ആ സമയം ഉണ്ടായിരുന്നത്. എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ശ്രീത്ത് തുടർന്ന്. ശ്രീത്ത്, ഉണ്ടാവരുതാത്ത ഒരു തീപിടുത്തമാണെന്ന ഒരു തർക്കം ആർക്കുമില്ല. പക്ഷേ അതിനുശേഷം വളരെ പെട്ടെന്ന് ഇടപെടലുണ്ടായി. ആ വെന്റിലേറ്റർ ഓഫ് ചെയ്തു. വളരെ പെട്ടെന്ന് രോഗികളെയൊക്കെ മാറ്റുന്ന രീതിയിൽ സ്തുത്യർഹമായൊരു പ്രവർത്തനം ആ സമയത്ത് അവിടെ ഉണ്ടായി. അത് ആശ്വാസകരം. ശ്രീത്ത്, തീർച്ചയായും ഹാഷ്മി, സുദീർഘമായൊരു പ്രവർത്തനം ഇവിടെ ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം തീപിടുത്തം എങ്ങനെയോ സംഭവിച്ചു. അത് വെന്റിലേറ്റർ മെഷീനിൽ നിന്നാണ് തീ ആദ്യം അവിടെ ഉണ്ടായത്. ആ തീയെ തുടർന്ന് വലിയ തോതിൽ പുകയുണ്ടായി. 88ഓളം രോഗികൾ ഈ സർജിക്കൽ ICUവിൽ അവിടെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. അപ്പോൾ ഈ വലിയ തോതിൽ പുക പടർന്നത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും പുറത്തുള്ള കൂട്ടിരിപ്പുകാരെയും പരിഭ്രാന്തരാക്കി. അങ്ങനെയാണ് ഒരു പാനിക് സിറ്റുവേഷൻ അവിടെ ഉടലെടുത്തത്. എന്തായാലും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയും ഈ നമ്മുടെ ചാക്കയിൽ നിന്നും ഒപ്പം തന്നെ ചെങ്കൽച്ചോളയിൽ നിന്നും 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ വീതം ഇവിടെ എത്തി അവിടെ ഈ തീ അണച്ചു. തീ പടരുന്ന ഒരു സ്ഥിതി ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഇപ്പോൾ ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റുകൾ ഇവർക്ക് അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യേണ്ട സ്ഥിതി പോലും ഉണ്ടായില്ല. അത്രയ്ക്കും ചെറിയൊരു തീപിടുത്തം മാത്രമേ ഉണ്ടായുള്ളൂ. പെട്ടെന്ന് തന്നെ അവിടെ തീപിടുത്തം ഇല്ലാതാക്കാൻ കഴിഞ്ഞു ഈ ഫയർഫോഴ്സ് ജീവനക്കാർക്ക്. ഒപ്പം തന്നെ ആശുപത്രി ജീവനക്കാരും രോഗികളെ പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിന് മുന്തിയ പരിഗണന നൽകി. കാരണം ICU സംവിധാനമാണ്. വെന്റിലേറ്റർ അടക്കമുള്ള സംവിധാനത്തോടു കൂടിയുള്ള രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഈ വെന്റിലേറ്റർ സംവിധാനത്തോടു കൂടി പുറത്തേക്ക് മാറ്റി. ആശുപത്രിയിലെ 7-8 നിലകളിലെ രോഗികളെ മാത്രമാണ് ഇനി ഇവിടെ മാറ്റുന്ന കാര്യത്തിൽ ഒരു പ്രശ്നമുള്ളത്. അത് PWD ഈ അവിടുത്തെ വയറിംഗിന്റെയും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടെ വയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കും അവിടെ നിന്ന് രോഗികളെ മാറ്റണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും പരിഭ്രാന്തിയിലാകേണ്ട ഒരു സാഹചര്യവുമില്ല. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. ഒരു തരത്തിലും പരിഭ്രാന്തി ഉണ്ടാകേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുന്നത്. ഹാഷ്മി.
ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയ പ്രതിസന്ധി അവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പം മുൻപ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നമ്മളോട് അത് തന്നെയാണ് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ രോഗിയുടെ കൂട്ടിരിപ്പുകാർ ഒരു രോഗിക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു ജീവനക്കാർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഫുൾ പരിശോധിച്ചു. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നമ്മുടെ ഇന്റേണൽ വിങ്ങിന്റെയും ക്ലിയറൻസോട് കൂടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അല്ല, ബ്രീഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു വെന്റിലേറ്ററിൽ സ്പാർക്ക് ഉണ്ടായി. ഇപ്പം നമുക്ക് തീ കത്തിക്കഴിഞ്ഞ കാര്യം നമുക്ക് പിന്നോട്ട് പോയി സഞ്ചരിക്കാൻ പറ്റില്ല. അത് പരിശോധനയിലൂടെ കണ്ടെത്താൻ പറ്റുള്ളൂ. അത് ഓക്സിജൻ ലീക്കോ ഒന്നും അല്ല, വെന്റിലേറ്ററിൽ നിന്നാണ് ഒരു സ്പാർക്ക് ഉണ്ടായത്. അത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം പറയാൻ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം ഇമ്പോർട്ടൻസ് ഈ ICUവിൽ നിന്നും ആളുകളെ മാറ്റുക എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് അതിന്റെ കണക്കെടുത്തേ പറ്റുള്ളൂ. പക്ഷെ ആസ് ഓഫ് നൗ ഇതിനകത്ത് ആരുമില്ല. ഉള്ളവരെ എല്ലാവരെയും മാറ്റി ദയവ് ചെയ്തൊന്ന് സഹകരിക്കുക. സുരക്ഷിതരാണ്. ഒന്ന് സഹകരിക്കുക. അതെ, തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും രോഗിയുടെ കൂട്ടിരിപ്പുകാർ അല്പസമയം മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു ആശങ്കയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രതികരണം കൂടി വരുമ്പോൾ ആർക്കും യാതൊരു തരത്തിലുള്ള പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമോ ഒന്നുമില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രോഗികളെ, വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള രോഗികളെ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘന, അങ്ങനെ ഇപ്പോൾ ആ പ്രതിസന്ധിയൊന്നും അവിടെ ഇല്ല, എല്ലാ തരത്തിലും സേഫ് ആക്കിയിട്ടുണ്ട് രോഗികളെ എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ജീവനക്കാരെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നു. അപ്ഡേറ്റ്സ് എങ്ങനെയാണ് മേഘന? പ്രവിത, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതർ ആവർത്തിച്ച് പറയുന്നത്. അതിൽ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ICUവിലാണ് തീ പിടിച്ചത്. വെന്റിലേറ്ററിൽ നിന്നാണ് തീ ഉയർന്നത് എന്നുള്ളതാണ്, ഒരു സ്പാർക്ക് ഉയർന്നത് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. അതിനുശേഷം അത് തൊട്ടടുത്തുള്ള കിടക്കയിലേക്ക് പടരുകയായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ നിന്ന് വ്യക്തമാകുന്നത്. അത് വലിയൊരു ആശങ്ക ഉണ്ടാക്കി എന്നുള്ള കാര്യം മാത്രം, അതിനപ്പുറത്തേക്ക് ഒരു വിഷയങ്ങളുമില്ല. അതിൽ ഇവിടെ നിന്നുള്ള അത്യാധുനിക ഉപകരണങ്ങളും അതുപോലെ തന്നെ എല്ലാ രോഗികളെയും 1-ാം ബ്ലോക്കിൽ നിന്ന് മാറ്റുന്ന നടപടിക്രമങ്ങളും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഇനി ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ പുക ഉയരുകയോ അല്ലെങ്കിൽ തീ പടരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഇനി ആദ്യഘട്ടത്തിലുള്ള ഒരു നടപടി എന്നുള്ള കാര്യം കൂടിയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. തീ നിയന്ത്രണ വിധേയമാണ്. അത് ചാക്കയിൽ നിന്നും ചെങ്കൽച്ചൂളിൽ നിന്നും അടക്കമുള്ള യൂണിറ്റുകൾ എത്തിയാണ് ഇവിടെ തീ അണയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ. അത് എത്രയും പെട്ടെന്ന് തന്നെ ആ നടപടി പൂർത്തീകരിച്ചതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളില്ല. അത് ഉടനടി തന്നെ ആ ഒരു രോഗികളെ ഒഴിപ്പിക്കുന്ന നടപടിക്രമങ്ങളടക്കം പൂർത്തീകരിക്കാൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതിൽ തീപിടുത്തമാണ് എന്നുള്ള കാര്യം ഫയർഫോഴ്സ് അടക്കം സ്ഥിരീകരിക്കുന്നുണ്ട്. വെന്റിലേറ്റർ യൂണിറ്റിൽ നിന്നാണ് ഒരു സ്പാർക്ക് ഉയർന്നത്. അത് ഉള്ളിലെ രോഗികൾക്കടക്കം വലിയ ആശങ്കയുണ്ടാക്കി. പെട്ടെന്ന് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്നും പിന്നീട് മെഡിക്കൽ ICUവിലേക്ക് ഈ രോഗികളൊക്കെ 100-ലധികം രോഗികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ എല്ലാം മാറ്റാൻ സാധിച്ചു. അതുകൊണ്ട് ഒരു അപകട സാഹചര്യമില്ല. കൂടാതെ ഉള്ളിലുണ്ടായിരുന്ന ഡോക്ടർമാർ, അങ്ങനെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫുകളെയും ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനിയൊരു പ്രശ്നമില്ല. ഇവിടെ ഉള്ളിൽ തീ നിയന്ത്രണ വിധേയമാണ്. അതുപോലെ തന്നെ ഫയർഫോഴ്സും പറയുന്നത് വലിയ പുക ഉയരുന്നിരുന്നു. അത് പുറത്തുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കടക്കം, കാരണം അവർ എത്ര പേർ പുറത്തേക്ക് മാറ്റി, എത്ര പേർ ഉള്ളിലുണ്ട് എന്നുള്ള വലിയ ആശങ്കയൊക്കെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.